കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുഞ്ഞു ട്രൈസറാപ്സിനെ വെലാസറാപ്റ്റർ പിടിച്ചോണ്ട് പോകുന്നത് കണ്ട് നമ്മുടെ ടർബോ വിഷമിക്കുന്നതാണ്. ഇത് സീന് നമ്മൾ ടർബോനെയാണ് കാണിക്കുന്നത്. ഈ ഡൈനോസറിൻ്റെ പേരാണ് ഫ്ലൈ. ഇവൻ്റെ പണിയെന്നാൽ ബാക്കി ഡൈനോസറുടെ ഭക്ഷണം മോഷ്ടിക്കലാണ്. അങ്ങനെ നമ്മൾ ടർബോ ഇവനെ പിടിച്ച് നിലത്തേക്ക് വീഴ്ത്തുകയാണ്. ഇവർ അവനോട് ജയിക്കുകയാണ്, നിനക്കറിയാമോ ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് പോകാമെന്നുള്ള വഴി. പക്ഷെ അവൻ അവരോടൊന്നും പറയുന്നില്ല. എന്നിട്ട് അവരെ ഉണ്ടാകും അവനെ പോകാൻ വിടാണ്ട് അവരോട് പിന്നെയും ചോദിച്ചറിയുകയാണ്. പിന്നെ അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി അവനോട് ചോദിച്ചറിയുകയാണ്, ഈ പിടിച്ചു കൊണ്ടുപോകുന്ന ഡൈനോസറിനെ ഇവർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് മലമുകളിലുള്ള ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലേക്കാണ് കൊടുക്കുന്നത്. അവിടെ ഒരു വലിയ രാക്ഷസ ഡൈനോസർ ഉണ്ട്. അതിന് ഭക്ഷണമായിട്ടാണ് ഇവരെല്ലാം കൊടുക്കുന്നതെന്നും. അപ്പോൾ സീൻ നമ്മളെ കാണിക്കുന്ന വെലാസറാപ്റ്ററുകൾ മറ്റു ഡൈനോസറുകളാണ്. വെലാസറാപ്റ്ററുകൾ ഓടിപ്പോവുകയാണ്, കാരണം ഇവിടെ വലിയ രാക്ഷസ ജീവികളാണ് വരുന്നത്. ഇതാണ് നേരത്തെ കാണിച്ച രാക്ഷസ ജീവികളുടെ 3 ഡൈനോ കുട്ടികൾ. ഇവരെ ആക്രമിച്ച് തിന്നാൻ വരികയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മൾ സ്പെക്കിൾസിനെയും ജെസ്സിനെയും ഡിക്കോയിനെയും ഒക്കെയാണ്. ഇവർ അങ്ങനെ ദാഹിച്ച് വന്നിരിക്കുമ്പോൾ ഇവർ അങ്ങൊരു നദി പോലെ കാണുന്നു. അവൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ എങ്ങനെ ഓടി വന്ന അവരുടെ ദാഹമൊക്കെ മാറ്റുകയാണ്. എന്നിട്ടാണ് അവർ അവിടെ കുറേ ബ്രാച്ചിയോസോറസുകളെ വേട്ടയാടുന്ന കാർണിത്തോറസുകളെ കാണുന്നത്. അവരിങ്ങനെ അതിനെ രക്ഷിക്കാൻ നോക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ജെസ്സി ആ ബ്രാച്ചിയോസോറസിനെ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നത്. അവൾ എല്ലാ കാർണിത്തോറസിനെയും അടുത്ത് പോയി അവരുടെ അടുത്ത് നിന്ന് മുട്ടകൾ രക്ഷപ്പെടുത്തുകയാണ്. നമ്മൾ ജെസ്സിയെ കാർണിത്തോറസ് 4 ഭാഗത്തു നിന്നും വളയുകയാണ്. ഇവിടെ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കുകയാണ്. പക്ഷേ കാർണിത്തോറസ് എല്ലാം കൂടി 4 വശത്തു നിന്നും ജെസ്സിയെ വീഴ്ത്തുകയാണ്. ഇത് കണ്ട് നമ്മളുടെ സ്പെക്കിൾസിന് നിൽക്കാൻ കഴിയില്ല. അവൻ പോവുകയാണ്. അവൻ ഇതാ കാർണിത്തോറസുകളെല്ലാം വകവരുത്തുകയാണ്. ഒരു വലിച്ചെറിയുകയാണ് കാർണിത്തോറസുകളെല്ലാം. ഇവർ 2 പേരും കൂടി പിന്നെ അവരുടെ ഒരു വലിയൊരു പോരാട്ടം നടക്കുകയാണ്. കാർണിത്തോറസും നമ്മുടെ സ്പെക്കിൾസും ജെസ്സിയും ഒക്കെ ഒരു വലിയ പോരാട്ടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴാണ് കാർണിത്തോറസുകൾ നമ്മൾ ഡിക്കോയെ ആക്രമിക്കാൻ കഴിയുന്നത്. നമ്മളുടെ ഡിക്കോവും ആളും മോശമൊന്നുമില്ല. അവൻ്റെ വാല് കൊണ്ട് ഒരു കാർണിത്തോറസിന് അങ്ങനത്തിനൊരു അടി കൊടുക്കുക. അത് നിലത്ത് വീണുകയാണ്. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് അവൻ്റെ പവർ, ഇത്രയും വലിയ പവറാണ് അവൻക്കുള്ളത്. ഇവർ 3 പേരും കൂടി കാർണിത്തോറസുകളെല്ലാം വകവരുത്തുകയാണ്. ഇത് നമ്മൾ കാണുന്നത് കുഞ്ഞ് കാർണിത്തോറസിന് നമ്മുടെ ടർബോനെയും ഗ്ലോയിങ്ങാണ്. അവർ പ്ലാന്റുകയാണ് പുറത്തു പോകാൻ. പക്ഷെ ഇതെല്ലാം ഈ പറക്കുന്ന ഡൈനോസർ എവിടെയിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ശരിക്കും പറഞ്ഞാൽ ഇവരെ ചതിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഞാൻ ഇവരുടെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ, രാത്രി വെലാസറാപ്റ്ററുകളെല്ലാം ഉറങ്ങിയ സമയത്ത് ഒരാൾ ഇവരുടെ മുമ്പിലെ പോയി ഇവരെ ശ്രദ്ധ തെറ്റിക്കുമ്പോൾ ബാക്കിയുള്ളവർ രക്ഷപ്പെടാനാണ് ഇവരുടെ തീരുമാനം. അങ്ങനെ നമ്മളുടെ ടർബോ ആണ് ശ്രദ്ധ തെറ്റിക്കാൻ പോകുന്നത്. അവൻ്റെ ബാക്കിൽ വെലാസറാപ്റ്ററുകൾ ഓടുകയാണ്. അപ്പോൾ നമ്മളുടെ ബ്ലൂ ആ വെലാസറാപ്റ്ററിന് മുകളിലേക്ക് ഒരു കല്ലെറിയുകയാണ്. പിന്നെ അത് അവിടെ നിലത്തുകയാണ്. അപ്പോൾ നമ്മളുടെ ടർബോ ബാക്കി 2 ആളെയും ഓടിപ്പിക്കുകയാണ് അവൻ്റെ ബാക്കിൽ. അവർ അങ്ങനെ അവൻ്റെ ബാക്കിൽ ഓടുമ്പോൾ നമ്മൾ കാർണിത്തോറസ് അവൻ്റെയും മേത്ത് കല്ലുകൾ എറിയുകയാണ്. അങ്ങനെ അവനും വീഴും. ബസാൻ്റെ വെലാസറാപ്റ്റർ നമ്മളെ ടർബോയെ ആക്രമിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മളുടെ കാർണിത്തോറസ് വന്ന് അവനെ രക്ഷിക്കുന്നത്. കാർണിത്തോറസ് ആ വെലാസറാപ്റ്ററെ ഉന്തി നിലത്തിടുകയാണ്. കാണുന്നത് വെലാസറാപ്റ്ററുകളുടെ മുമ്പിൽ പെടുന്ന ടർബോനെയും കാർണിത്തോറസിനെയും ബ്ലൂവിനെയാണ്. കാരണം ഇവരെല്ലാം ശരിക്കും ചതിച്ചത് ആരാണെന്നറിയോ? ആ ഗ്രേ ആണ് ഇവരെല്ലാം ശരിക്കും ചതിച്ചത്. അങ്ങനെ ഈ വെലാസറാപ്റ്ററുകൾ ഇവരുടെ ബാക്കിൽ ഒരേ ഓട്ടം വയ്ക്കുകയാണ്. അങ്ങനെ ഇവർ അഗ്നിപർവ്വതത്തിൻ്റെ അടുത്തേക്കാണ് ഓടിപ്പോകുന്നത്. ഇവർ ബാക്കിൽ തന്നെ വെലാസറാപ്റ്ററുകളും ഉണ്ട്. അങ്ങനെ ഇവർ 3 പേരിൽ നിന്ന് കാർണിത്തോറസ് അവിടെ നിലത്തൊളിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ബ്ലൂവും ടർബോ ആണെങ്കിൽ മുകളിലെ ഓടിപ്പോവുകയാണ്. നമ്മളുടെ ബ്ലൂവും നമ്മളുടെ ടർബോവും ഈ വെലാസറാപ്റ്ററുകളുടെ മുമ്പിൽ പെട്ടുപോവുകയാണ്. അങ്ങനെ ഇവർ ആക്രമിക്കാൻ പോകുമ്പോൾ നമ്മൾ ടർബോ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ വെലാസറാപ്റ്ററുകൾ ടർബോവിനെ കാലിൽ നെക്കി പിടിക്കുകയാണ്. അവനോട് പറയുക, നിങ്ങൾ എന്തിനാണ് പുറത്തു വാങ്ങുന്നത്? ജീവൻ വേണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ടു, ഇവിടെ
എന്നാ മതി. ഇതും കണ്ടുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്.